മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമം. പച്ചപിടിച്ച നെൽപ്പാടങ്ങൾക്കും തെങ്ങിൻ തോപ്പുകൾക്കും നടുവിൽ ഓടിട്ട ചെറിയ വീടായിരുന്നു ഷാഹിദിൻ്റേത്. ആ വീട്ടിൽ ഷാഹിദും അവൻ്റെ ഉമ്മ സൈനബയും ഭാര്യ റസിയയും മാത്രമായിരുന്നു. ഷാഹിദിൻ്റെ ബാപ്പ അബ്ദുറഹ്മാൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ചെറുപ്പം മുതലേ ആ വീടിൻ്റെ ചുമതല ഷാഹിദിൻ്റെ ചുമലിലായി. നാട്ടിൽ കൂലിപ്പണിക്ക് പോയിരുന്ന ഷാഹിദിൻ്റെ വരുമാനത്തിന് അവരുടെ വീട്ടിലെ ചെലവും ഉമ്മയുടെ മരുന്നും അതുപോലെ തന്നെ ബാങ്കിലെ വായ്പയുടെ പലിശയ്ക്ക് പോലും തികയുമായിരുന്നില്ല. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുന്നത് മുമ്പ് തന്നെ ഷാഹിദ് ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഭാര്യ റസിയയ്ക്ക് വളരെ സങ്കടകരമായിരുന്നു. റസിയ പറഞ്ഞു, ഇക്ക, നിങ്ങൾ ഗൾഫിലേക്കൊന്നും പോവണ്ട, നമ്മൾ ദരിദ്രയായി തന്നെ ജീവിച്ചാൽ മതി. എനിക്ക് നിങ്ങളെ ഗൾഫിലേക്ക് വിടാൻ മനസ്സ് വരുന്നില്ല, റസിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഷാഹിദ് അവൻ്റെ കൈകളിലേക്ക് റസിയയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ വിട്ടിട്ട് പോകുന്നത് നമ്മുടെ നാളേക്ക് വേണ്ടിയാണ്. കുറച്ച് വർഷങ്ങൾ മാത്രം സഹിച്ചാൽ മതി, അതിനുശേഷം നമുക്ക് സന്തോഷമായി ജീവിക്കാമല്ലോ. ആ വാക്കുകൾ കേട്ടിട്ടും റസിയയുടെ ഹൃദയം ശാന്തമായില്ല. ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഷാഹിദിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം തന്നെ റസിയ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷണം കഴിക്കാനിരുന്ന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ റസിയയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. റസിയയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ ഷാഹിദ് ചോദിച്ചു, എന്തിനാ റസിയ കരയുന്നത്? ഉടൻ തന്നെ റസിയ മറുപടി പറഞ്ഞു, എന്തോ നിങ്ങൾ പോകുന്നത് കൊണ്ട് എനിക്കെന്തോ ഉള്ളിലൊരു ഭയം. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷാഹിദിന് ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും അവൻ പുറത്തേക്ക് കാണിച്ചില്ല. എന്നിട്ട് ചിരിച്ചു പറഞ്ഞു, ഞാൻ ദിവസവും വിളിക്കും, അതോ വീഡിയോ കോളിൽ. നീ ഒരിക്കലും കരഞ്ഞിരിക്കരുതേ, എനിക്ക് കരഞ്ഞ മുഖം കാണാൻ പറ്റില്ല. ഞാൻ വിളിക്കുമ്പോൾ എപ്പോഴും നീ ചിരിച്ച മുഖത്തോടുകൂടെ വേണം ഇരിക്കാൻ. ഷാഹിദിനെ ഗൾഫിലേക്ക് യാത്രയയക്കാൻ വേണ്ടി റസിയയും പോയിരുന്നു. വിമാനത്താവളത്തിൽ വെച്ച് റസിയ ഷാഹിദിൻ്റെ കയ്യിൽ ഖുർആൻ നൽകിക്കൊണ്ട് പറഞ്ഞു, ഇക്ക, ഇത് പിടിച്ചോളൂ. ഒരിക്കലും നിസ്കാരം മുടക്കരുതേ. എപ്പോഴും ഖുർആൻ ഓതണം. അള്ളാഹുവിനെ എപ്പോഴും ഭയക്കണം, എന്നാലേ നമുക്ക് നല്ലത് വരൂ. അതും പറഞ്ഞ് അവളുടെ കണ്ണ് നിറഞ്ഞു. ഷാഹിദ് ഉടൻ തന്നെ ആ ഖുർആൻ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇല്ല റസിയ, ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്തോളാം. ഇതൊക്കെ എൻ്റെ നന്മയ്ക്കാണല്ലോ നീ പറയുന്നത്. വളരെ സന്തോഷം. അങ്ങനെ ഷാഹിദ് വിമാനത്തിൽ കയറി. വിമാനം പറന്നുയർന്നു. താഴെ നിന്നും റസിയ കൈവീശി കാണിച്ചു. അത് കണ്ടപ്പോൾ ഷാഹിദിൻ്റെ ഹൃദയമൊന്ന് പിടഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷം അവൻ ഗൾഫിലെത്തി. ഗൾഫിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൻ ജോലിക്ക് കയറി. ഗൾഫിലെ ജീവിതം അവൻ കരുതിയതുപോലെയല്ല. രാവിലെ നേരത്തെ തന്നെ ജോലിക്ക് പോവണം. വൈകിട്ട് 8 മണി കഴിഞ്ഞാൽ മാത്രമേ റൂമിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. കഠിന ചൂടും കഠിനാധ്വാനവും അവനെ തളർത്തിയിരുന്നു. ഷാഹിദ് ജോലിക്ക് കയറി 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൻ ഫസ്റ്റ് ശമ്പളം കിട്ടി. ആദ്യത്തെ ശമ്പളം അവൻ നാട്ടിലേക്ക് അയച്ചു. എന്നിട്ട് റസിയയോട് പറഞ്ഞു, നമ്മുടെ വീടൊന്ന് നന്നാക്കണം, ഉമ്മയുടെ മരുന്ന് മുടങ്ങാതെ വാങ്ങിക്കൊടുക്കണം, ഉമ്മയ്ക്ക് എന്ത് ചികിത്സ വേണമെങ്കിലും ചെയ്തു കൊടുക്കണം. അതെല്ലാം നമ്മൾ മാത്രമാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അതിനെ വിഷമിപ്പിക്കരുതേ. അതുപോലെ തന്നെ അതിനിടയിൽ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം നീ വാങ്ങിക്കോ. നിന്റെ കാര്യത്തിനൊന്നും പുറകോട്ട് വെക്കല്ലേ. വീട് നന്നാക്കുന്ന കാര്യവും ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ റസിയ എല്ലാം മൂളിക്കൊടുത്തു. അവളുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ ആരോഗ്യവും ആയുസ്സോടുകൂടി തിരിച്ചു വന്നാൽ മാത്രം മതിയിക്ക. റസിയയുടെ ആ വാക്കുകളായിരുന്നു ഷാഹിദിന് ഗൾഫിൽ നിന്ന് അധ്വാനിക്കാനുള്ള ഒരു കരുത്ത് ഏകിയിരുന്നത്. അങ്ങനെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും 5 വർഷങ്ങൾ കടന്നുപോയി. ഈ 5 വർഷത്തിനൊടുവിൽ അവൻ്റെ കടങ്ങളെല്ലാം തന്നെ തീർന്നു. ബാക്കി കുറച്ച് പണം അവൻ കയ്യിൽ സ്വരൂപിച്ചു. അങ്ങനെയിരിക്കെ കമ്പനിയിൽ നിന്നും പെട്ടെന്നാണ് അവൻക്ക് ലീവ് കിട്ടിയത്. അവൻക്ക് നാട്ടിലേക്ക് വരാൻ ലീവ് കിട്ടിയത് ആരെയും അറിയിച്ചില്ല. പെട്ടെന്ന് ആരും അറിയാതെ നാട്ടിലേക്ക് വരണം, എന്നിട്ട് റസിയയെയും ഉമ്മയെയും ഒന്ന് ഞെട്ടിക്കണം, അവൻ മനസ്സിൽ പറഞ്ഞു.
ലീവ് കിട്ടിയ ഉടൻ തന്നെ അവൻ നാട്ടിലേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. റസിയയ്ക്ക് നല്ലൊരു സാരി വാങ്ങി, സ്വർണ്ണ വള വാങ്ങി, അതുപോലെ തന്നെ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോളും സ്വർണ്ണമാലയും വാങ്ങി. തൻ്റെ ഭാര്യയ്ക്ക് വാങ്ങുന്നത് പോലെ തന്നെ അവൻ ഉമ്മയ്ക്കും വാങ്ങി. അതായത് അവൻ ഉമ്മയെയും ഭാര്യയെയും ഒരുപോലെ സ്നേഹിച്ചു. രണ്ടാളും അവൻക്ക് വേണ്ടപ്പെട്ടതായി. റസിയയ്ക്ക് ഇഷ്ടമുള്ള അറബി ഈത്തപ്പഴവും മധുരപലഹാരങ്ങളുമെല്ലാം വാങ്ങി അവൻ ബാഗിൽ നിറച്ചു. അങ്ങനെ അവിടെ നിന്നും അവൻ വിമാനം കയറി കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങി. വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷത്തിലായി. വീട്ടുകാരോടൊന്നും പറയാതെ വരുന്നത് കൊണ്ട് തന്നെ ആരും അവനെ സ്വീകരിക്കാനൊന്നുമില്ല. അവനൊരു ടാക്സി പിടിച്ച് അവൻ്റെ ഗ്രാമത്തിലേക്ക് പോന്നു. അവൻ വരുന്ന വഴിയിൽ കാണുന്ന ഓരോ കാഴ്ചകളും ബാല്യകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. സ്കൂള്, പഴയ പള്ളി, അതിനോടടുത്തുള്ള ആ ഒരു ചായക്കട, പുഴ, ഇതെല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. അവൻ ടാക്സിയിലിരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് പറയാതെയാണല്ലോ പോകുന്നത്. എന്നെ കണ്ടാൽ എൻ്റെ ഭാര്യ റസിയ ആദ്യം എന്തു ചെയ്യും? ആദ്യം തന്നെ ഒന്ന് ഞെട്ടും. അവൻ മനസ്സിൽ കരുതി. ചുമ്മാ ഒന്ന് പുഞ്ചിരിച്ചു. ഗ്രാമത്തിലെ പ്രധാന സിഗ്നലിൽ വണ്ടി എത്തി. ചുവന്ന ലൈറ്റ് തെളിഞ്ഞു. വണ്ടി അവിടെ നിർത്തി. ഷാഹിദ് ഇരുന്ന ജനലിൻ്റെ അരികിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. അപ്പോൾ റോഡരികിൽ ഒരു കീറിയ വസ്ത്രം ധരിച്ച് പഴയ ഒരു സ്റ്റീൽ പാത്രം കയ്യിൽ പിടിച്ച് ആളുകളോടെല്ലാം ഭിക്ഷയാചിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. ആദ്യം അവൻ ശ്രദ്ധിച്ചില്ല. പിന്നെ വീണ്ടും അവൻക്ക് എന്തോ ഒരു പരിചയമുള്ള പോലെ തോന്നി. ആ കൈകളും ആ മുഖത്തിൻ്റെ ഒരു സൈഡും ആ ഒരു നടത്തവും കണ്ടപ്പോൾ അവൻക്ക് എന്തോ ഒരു പരിചയമുള്ള പോലെ തോന്നി. അവൻ വീണ്ടും വീണ്ടും നല്ല ശ്രദ്ധാപൂർവം അത് ശ്രദ്ധിച്ചു. പെട്ടെന്നാണ് അവൾ തല ഉയർത്തിയത്. വെയിലേറ്റ് കരുവാളിച്ച മുഖം, രാത്രികളിൽ ഉറക്കമില്ലാതെ കറുത്ത കണ്ണുകൾ, മെലിഞ്ഞ ശരീരം. എന്നാൽ ആ കണ്ണുകൾ കണ്ടപ്പോൾ ഷാഹിദിന് തെറ്റിപ്പോകാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയതുപോലെ അവൻക്ക് തോന്നി. കയ്യിലുണ്ടായിരുന്ന സമ്മാനപ്പൊതി താഴേക്ക് വീണു. എന്നിട്ടവൻ നെഞ്ചത്ത് കൈവച്ച് അല്ലാഹുവേ എന്ന് പറഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. റസിയ, അവൾ തൻ്റെ ഭാര്യയല്ലേ? അവൻ ടാക്സിയുടെ വാതിൽ വലിച്ചു തുറന്നു. എന്നിട്ട് പുറത്തേക്കോടി റസിയ എന്ന് വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ ആ സ്ത്രീ പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഷാഹിദിനെ കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം ഒന്ന് നിശ്ചലമായി. വിശ്വസിക്കാനാവാതെ കണ്ണുകൾ തുടച്ചു. പിന്നെ ഇക്ക എന്ന് അലറി വിളിച്ചു. ഷാഹിദിൻ്റെ അടുത്തേക്ക് ഓടി നെഞ്ചിൽ വീണു പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ അവൾക്ക് അടക്കാനാവുന്നില്ല. അവൾ വീണ്ടും വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഷാഹിദ് 5 വർഷത്തിനു ശേഷം തൻ്റെ ഭാര്യയെ കണ്ട അവസ്ഥ ആലോചിച്ച് അവനും പൊട്ടിക്കരഞ്ഞു. ഷാഹിദ് അവളെ ചേർത്ത് പിടിച്ചെങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്തു പറ്റി റസിയ? ഞാൻ അയച്ച പണമൊക്കെ എവിടെ? നമ്മുടെ വീടോ? ഉമ്മ എവിടെ? അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ അവൻ ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് റസിയ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. ഇടയ്ക്കിടയ്ക്ക് ഭയത്തോടുകൂടി റോഡിൻ്റെ മറുവശത്തേക്ക് അവൾ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ നോട്ടം കണ്ടപ്പോൾ ഷാഹിദിന് മനസ്സിലായി അവൾ ആരെയോ ഭയക്കുന്നുണ്ട്. അതേസമയം റോഡിനരികിൽ കറുത്ത കാർ വന്നു നിർത്തി. അതിൽ നിന്നും ആരോ ഒരാൾ ഇറങ്ങി. കാറിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ റസിയ ഷാഹിദിനോട് പറഞ്ഞു, ഇക്ക, ദയവായി നമുക്ക് ഇവിടുന്ന് പോകാം, വേഗം വായോ. അയാൾ നമ്മളെ കണ്ടാൽ ജീവിക്കാൻ വിടില്ല, പെട്ടെന്ന് പോകാം, എനിക്ക് പേടിയാവുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അതുവരെയുള്ള എല്ലാ സന്തോഷങ്ങളും ഷാഹിദിൻ്റെ മാഞ്ഞുപോയി. അവൻ വീണ്ടും ചിന്തിച്ചു, ഞാൻ 5 വർഷം വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയതെല്ലാം എവിടെ? എന്താണ് പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ല. ആ കറുത്ത കാറിൽ നിന്നും ഇറങ്ങുന്നത് ആരാണ്? എൻ്റെ കുടുംബത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും റസിയയ്ക്ക് അയാളെ കണ്ടപ്പോൾ നല്ല പേടിയുണ്ട്. എന്തോ വലിയൊരു കാര്യമുണ്ട്. എന്താണെങ്കിലും അവൻ റസിയയുടെ ഭയം കണ്ട് അവനക്കും ചെറിയ പേടി തോന്നി. അവൻ ഒന്നും നോക്കിയില്ല. റസിയുടെ കൈ മുറുകെ പിടിച്ച് അടുത്തുണ്ടായിരുന്ന ടാക്സിയിലേക്ക് അവളെ കയറ്റി. എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ചേട്ടാ, വേഗം ആശുപത്രിയിലേക്ക് വിടൂ, അങ്ങോട്ട് പോകാം. ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തു. അവരുടെ പുറകെ ആ കറുത്ത കാർ ഉണ്ടായിരുന്നു.
കുറേ ദൂരം ആ കാറ് ഇവരുടെ പിന്നാലെ തന്നെ പോന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വേറെ വഴിയിലേക്ക് തിരിഞ്ഞു പോയി. ടാക്സിയിലിരുന്ന് ഷാഹിദ് ഓരോ കാര്യങ്ങൾ റസിയയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റസിയ ഒന്നും പറയുന്നില്ല. അവൾ ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കൈകളിലുണ്ടായിരുന്ന മുറിവുകളുടെ പാടുകളെല്ലാം അവൻ ശ്രദ്ധിച്ചു. ഇതൊക്കെ എന്താണ് റസിയ? പറയൂ, എന്നോടെല്ലാം പറയൂ, എന്താണ് പറ്റിയത്? ഒടുവിൽ ഇതെല്ലാം കേട്ടപ്പോൾ അവൾ കരയുകയല്ലാതെ ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ആശുപത്രിയിലെത്തി. ആശുപത്രിയുടെ വരാന്തകളിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നു. അതിനിടയിൽ കൂടെ റസിയയും കൂട്ടി ഷാഹിദ് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഡോക്ടർ റസിയയെ പരിശോധിച്ചു. ഷാഹിദിനോട് പറഞ്ഞു, ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, പോഷകാഹാരക്കുറവുണ്ട്. കുറേ ദിവസങ്ങളായി ഇവൾ ശരിയായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതിലുപരിയായി തന്നെ അവൾക്ക് മാനസികമായി തകർന്നിരിക്കുകയാണ്. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷാഹിദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ 5 വർഷം, ഒരു ദിവസം അതല്ലെങ്കിൽ ഒരു നേരം പോലും എൻ്റെ ഭാര്യ പട്ടിണി കിടക്കരുതേ എന്ന് കരുതിയതായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ കണ്ട അവസ്ഥ അവൻ്റെ മനസ്സിനെ ആകെ തളർത്തി. റസിയയുടെ കൈകൾ ചേർത്ത് പിടിച്ച് അവൻ വീണ്ടും ചിന്തിച്ചു. വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ, എല്ലാം കൊണ്ട് ഞാൻ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഞാൻ മാസം മാസം വീട്ടിലേക്ക് അയച്ചിരുന്നു. എന്നിട്ടും ഇവൾക്ക് എന്തു പറ്റി? എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് അവൻ ചിന്തിച്ചു. ആ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും റസിയ കുറച്ചൊക്കെ ഒന്ന് ആശ്വാസമായി വന്നു. ഷാഹിദ് അവളുടെ കട്ടിലിനരികിലിരുന്ന് ആശ്വസിപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് കുറച്ചു നേരം മൗനം പാലിച്ചു. അതിനുശേഷം അവൻ പറഞ്ഞു, റസിയ, ഞാൻ നിന്റെ ഭർത്താവാണ്. എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്തു പറ്റി? എന്നോടെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞൂടെ? നീ ആരെയാണ് പേടിക്കുന്നത്? ഇതൊക്കെ കേട്ടപ്പോൾ കുറച്ചു നേരം അവൾ മിണ്ടാതിരുന്നു. എന്നിട്ട് മെല്ലെ ചോദിച്ചു, ഇക്ക, നിങ്ങൾ എല്ലാ മാസവും പണം അയച്ചിരുന്നോ? റസിയയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഷാഹിദ് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ ഒരു മാസം പോലും മുടക്കിയിട്ടില്ല. എല്ലാ മാസവും എനിക്ക് ശമ്പളം കിട്ടിയാൽ പിറ്റേന്ന് തന്നെ ഞാൻ അത് നാട്ടിലേക്ക് അയക്കുമല്ലോ. അത് കേട്ടപ്പോൾ റസിയ തല കുനിച്ച് പൊട്ടിക്കരഞ്ഞു. വീണ്ടും റസിയ ഷാഹിദിനോട് പറഞ്ഞു, എന്നോട് എല്ലാവരും പറഞ്ഞത് കമ്പനി അടച്ചു എന്നും നിങ്ങൾക്ക് ശമ്പളമൊന്നും കിട്ടുന്നില്ല എന്നും അവിടെ വേറൊരു വിവാഹം കഴിച്ചു എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഷാഹിദ് ഞെട്ടലോടെ എഴുന്നേറ്റു. എന്ത്? ആരാണ് നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഷാഹിദിൻ്റെ ചോദ്യത്തിന് റസിയ മറുപടി പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ റഷീദും ഭാര്യ ഷംനയുമാണ്. ആ പേര് കേട്ടപ്പോൾ ഷാഹിദിൻ്റെ മനസ്സ് ഒന്ന് പതറി. റഷീദ് ഷാഹിദിൻ്റെ ഇളയ സഹോദരനായിരുന്നു. വാപ്പ മരിച്ചപ്പോൾ സ്വന്തം മകനെ പോലെ ഷാഹിദ് അവനെ വളർത്തിയതായിരുന്നു. അവൻ്റെ പഠനച്ചെലവും വിവാഹച്ചെലവും എല്ലാം തന്നെ നോക്കി നടത്തിയത് ഷാഹിദായിരുന്നു. ഷാഹിദ് ഗൗരവത്തോടെ ചോദിച്ചു, അവനാണോ ഇതൊക്കെ ചെയ്തത്? റസിയ പതുക്കെ പതുക്കെ എല്ലാ സത്യങ്ങളും പറഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ എല്ലാം നന്നായിരുന്നു. നിങ്ങൾ അയച്ച പണമെല്ലാം തന്നെ ബാങ്കിൽ നിന്ന് റഷീദ് എൻ്റെ കയ്യിൽ കൊണ്ടുതരും. പിന്നീട് അയാൾ പറയാൻ തുടങ്ങി, ഷാഹിദിനിപ്പോൾ കമ്പനിയിൽ ജോലിയൊന്നുമില്ല, പൈസയൊന്നും വരുന്നില്ല, അതുപോലെ വീട്ടിലെ ചിലവുകളെല്ലാം തന്നെ കുറക്കണം. ഷാഹിദിനാണെങ്കിലോ കമ്പനിയിലെ ജോലി തിരക്ക് കാരണം വീട്ടിലേക്ക് വിളിക്കാനും പറ്റിയിരുന്നില്ല. റസിയ വീണ്ടും പറഞ്ഞു, റഷീദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വിശ്വസിച്ചു. വീട്ടിലെ ചിലവുകളെല്ലാം ചുരുക്കി, കയ്യിലുണ്ടായിരുന്ന സ്വർണവും വിറ്റു. എല്ലാം തീർന്നപ്പോൾ അവർ വീണ്ടും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഷാഹിദിൻ്റെ കണ്ണുകളിൽ കോപം നിറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഉമ്മ അപ്പോൾ ഒന്നും പറഞ്ഞില്ലേ? റസിയ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തു നിന്നു, അതുകൊണ്ട് അവർ ഉമ്മയെയും വെറുത്തു. റസിയ വീണ്ടും ഷാഹിദിനോട് പറഞ്ഞു, ഒരു ദിവസം റഷീദിക്കയും ഷംനയും കുറച്ച് ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വീടിപ്പോൾ ഞങ്ങളുടെ പേരിലാണ്. അത് കേട്ടപ്പോൾ ഒന്ന് അമ്പരന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് ഷാഹിദ് ഖാൻ്റെ പേരിലുള്ള വീടല്ലേ? അത് കേട്ടപ്പോൾ റഷീദ് പൊട്ടിച്ചിരിച്ചു. ഇതിപ്പോൾ ഷാഹിദിൻ്റെ പേരിലുള്ള വീടൊന്നുമല്ല, ഇത് എൻ്റെ പേരിലുള്ള വീടാണ്. എല്ലാ രേഖകളിലും ഷാഹിദ് ഒപ്പിട്ട് തന്നിട്ടുണ്ട്, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ ഷാഹിദിന് ഒരു അവകാശവുമില്ല എന്ന് പറഞ്ഞ് അവൻ എല്ലാം തന്നെ ഒപ്പിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഉമ്മ സൈനബ പൊട്ടിക്കരഞ്ഞു.
ഷാഹിദോ, അവൻ അങ്ങനെ ചെയ്യുമോ? ഉമ്മ സൈനബ വീണ്ടും പറഞ്ഞു, എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ആരും അത് കേട്ടില്ല. ആ ദിവസം വൈകുന്നേരം ഉമ്മ സൈനബയെയും ഭാര്യ റസിയയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഷാഹിദ് റസിയയുടെ വാക്ക് കേട്ടപ്പോൾ അമ്പരന്നു നിന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? വിറച്ച ശബ്ദത്തോടെ റസിയയോട് ചോദിച്ചു. റസിയ വീണ്ടും പറഞ്ഞു, ഞാനും ഉമ്മയും കുറേ ദിവസം ബന്ധുവീടുകളിൽ താമസിച്ചു. പക്ഷേ റഷീദ് വന്ന് അവരോടെല്ലാം തന്നെ കള്ളങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് സ്വഭാവ ദൂഷ്യമുണ്ട് എന്നും ഉമ്മ കള്ളിയാണെന്നും പറഞ്ഞു. അതിനു പുറമെ ഉമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചിക്കാണെന്നും പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ബന്ധുക്കളുടെ വീടിൻ്റെ വാതിലുകളും ഞങ്ങളുടെ മുന്നിൽ അടച്ചു. ജീവിതത്തിൽ ആദ്യമായി അന്ന് ഉമ്മ പട്ടിണി കിടന്നു. അത് കേട്ടപ്പോൾ ഷാഹിദ് ചോദിച്ചു, ഉമ്മ ഇപ്പോൾ എവിടെയാണ്? ഷാഹിദിൻ്റെ ചോദ്യം കേട്ടപ്പോൾ റസിയ നിശബ്ദയായി നിന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ മെല്ലെ പറഞ്ഞു, എനിക്കറിയില്ല. അത് കേട്ടപ്പോൾ ഷാഹിദ്, എന്ത്, നിനക്കറിയില്ല എന്നോ? അപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, ഒരു ദിവസം രാത്രി ഞാൻ ഭക്ഷണം അന്വേഷിച്ച് പുറത്തേക്ക് പോയി. ഭക്ഷണവുമായി തിരിച്ചു വന്നപ്പോൾ ഉമ്മയെ കാണാനില്ല. എല്ലാവരോടും അന്വേഷിച്ചു, ആരും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഷാഹിദ് നെഞ്ചത്ത് കൈവച്ച് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. റസിയ വീണ്ടും തുടർന്നു, ഉമ്മയെയും എനിക്ക് നഷ്ടമായതോടുകൂടി ഞാൻ ഒറ്റയ്ക്കായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഓരോരോ വീടുകളിൽ കയറി അവിടെ പാത്രം കഴുകിയും തറ തുടച്ചും അങ്ങനെ ജോലി നോക്കി. പക്ഷേ അവിടെയും റഷീദ് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവളെ ഇവിടെ ജോലിക്ക് നിർത്തണ്ട, ഇവളുടെ സ്വഭാവം ശരിയല്ല, ഇവൾ പെരുങ്കള്ളിയാണ്. അങ്ങനെ ഓരോരോ ജോലിക്ക് പോകുമ്പോൾ അവിടെയെല്ലാം വന്ന് റഷീദ് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ എനിക്ക് ആരും ജോലിയും തന്നില്ല. ഒടുവിൽ എനിക്ക് വിശപ്പ് സഹിക്കാനാവാതെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആയത്. കുറേയൊക്കെ വിശപ്പ് ഞാൻ സഹിച്ചു. പക്ഷേ വിശപ്പ് സഹിക്കാനാവാതെ ആയപ്പോൾ മാത്രമാണ് ഞാൻ ഭിക്ഷയാചിച്ചത്. ഭിക്ഷയാചിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ. ആ വാക്കുകൾ കേട്ടപ്പോൾ ഷാഹിദിൻ്റെ സ്വന്തം ഹൃദയം കീറിപ്പറിക്കുന്നത് പോലെ തോന്നി. അവരെല്ലാം സംസാരിച്ചിരിക്കുന്നത് ആശുപത്രിയുടെ മുറിയിലാണ്. പെട്ടെന്നാണ് ആശുപത്രിയുടെ മുറിയുടെ വാതിൽ ഒന്ന് തട്ടിയത്. വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടതും വാതിൽ തുറന്നുകൊടുത്തു. അപ്പോൾ ഒരു വയോധികൻ അകത്തേക്ക് കയറി. മോളെ റസിയ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ എത്രയായി അന്വേഷിക്കുന്നു? ഷാഹിദ് അയാളെ നോക്കി. എന്നിട്ട് ചോദിച്ചു, ആരാണ് നിങ്ങൾ? ആ വയോധികൻ പറഞ്ഞു, ഞാൻ അബ്ദുള്ള ഹാജി. 2 ആഴ്ച മുമ്പ് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ പള്ളിയുടെ മുന്നിൽ ബോധരഹിതയായി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിക്കുന്നതിന് മുന്നേ ആ സ്ത്രീ ഒരേ ഒരു പേരെ പറയുന്നുള്ളൂ. അബ്ദുള്ള ഹാജിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഷാഹിദിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. എന്നിട്ട് അവൻ ചോദിച്ചു, ഏത് പേര്? ആരുടെ പേര്? അത് കേട്ടപ്പോൾ അബ്ദുള്ള ഹാജിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഷാഹിദ്, എൻ്റെ മോൻ ഷാഹിദ് എന്ന് മാത്രമാണ് അവർ പറഞ്ഞിരുന്നത്. അത് കേട്ടപ്പോൾ ഷാഹിദ് ആ കസേരയിൽ തളർന്നിരുന്നു. ഷാഹിദ് ചോദിച്ചു, അവർ ഇപ്പോൾ എവിടെയാണ് എന്ന്. അത് കേട്ടപ്പോൾ ഒരു ദീർഘനിശ്വാസമെടുത്ത് അബ്ദുള്ള ഹാജി പറഞ്ഞു, ജീവനുണ്ട്, പക്ഷേ അധികം സമയമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അബ്ദുള്ള ഹാജിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷാഹിദ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ആശുപത്രിയുടെ പുറത്തേക്ക് ഓടി. 5 വർഷമായി ഉമ്മയെ കണ്ടിട്ട് ഇനി എൻ്റെ ഉമ്മയെ ജീവനോടെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന ചിന്തയാണ് അവൻ്റെ മനസ്സിൽ. ആശുപത്രിയുടെ വരാന്തകൾക്കിടയിലൂടെ ഭ്രാന്തനെ പോലെ അവൻ ഓടി. പിന്നാലെ അബ്ദുള്ള ഹാജിയും റസിയയും. ഷാഹിദ് ചോദിച്ചു, ഹാജിയാരെ, എൻ്റെ ഉമ്മ എവിടെയാണ്? വേഗം പറയൂ. കണ്ണീരോടെ ഷാഹിദ് അലമുറയിട്ടാണ് ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ ഹാജിയാർ പറഞ്ഞു, പേടിക്കണ്ട മോനെ, നിന്റെ ഉമ്മയെ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് മകനെ ഒരിക്കലെങ്കിലും കാണണമെന്നാണ് ആ സ്ത്രീ പറയുന്നത് എന്നാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഷാഹിദിൻ്റെ ഹൃദയം വീണ്ടും പിടഞ്ഞു. അവൻ ടാക്സിയിൽ കയറുമ്പോഴും അവൻ്റെ പഴയ ഓർമ്മകളാണ് മനസ്സിൽ വരുന്നത്. 10 വയസ്സുള്ളപ്പോഴാണ് ഷാഹിദിൻ്റെ ബാപ്പ മരിക്കുന്നത്. അന്നു മുതൽ സൈനബ ഇവനെ വളർത്തിയത് അടുത്തുള്ള വീടുകളിൽ പോയി പാത്രം കഴുകിയും തറ തുടച്ചും കിട്ടുന്ന പൈസ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ഒരു ദിവസം അവൻ സ്കൂളിട്ട് വരുമ്പോൾ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്താണിന്ന് നിങ്ങൾ കഴിച്ചത്?
ഉമ്മ പറഞ്ഞു, എനിക്ക് വിശപ്പില്ല മോനെ. സൈനബ ചെറിയ പുഞ്ചിരിയോടെയാണ് ഷാഹിദിനോട് അത് പറഞ്ഞത്. പക്ഷേ അന്ന് രാത്രി അയൽവാസി പറഞ്ഞപ്പോഴാണ് ഷാഹിദ് ആ സത്യം അറിഞ്ഞത്. നിന്റെ ഉമ്മ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അതായത് ഉമ്മ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മകൻ വയറു നിറയെ ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുട്ടി വയറു നിറയെ കഴിക്കട്ടെ. ആ രാത്രി ഷാഹിദ് ഉമ്മയുടെ മടിയിൽ കിടന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വലുതായാൽ എൻ്റെ ഉമ്മ നിങ്ങളെ ഒരിക്കലും ഞാൻ കഷ്ടപ്പെടുത്തില്ല. അത് കേട്ടപ്പോൾ സൈനബ ഷാഹിദിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, നീ നന്നായി ജീവിച്ചാൽ മതി. ഈ വാക്കുകളെല്ലാം തന്നെ ഷാഹിദ് ടാക്സിയിലിരുന്ന് ഓർത്ത് കണ്ണുനീർ ഒഴുകി. ടാക്സി ജില്ലാ ആശുപത്രിയുടെ മുന്നിലെത്തി. പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങി ഷാഹിദ് ആശുപത്രിയിലൂടെ ഓടി. ഡോക്ടർമാരെല്ലാവരും അവരെ തടഞ്ഞു. ഡോക്ടർ പറഞ്ഞു, രോഗിയുടെ നില വളരെ ഗുരുതരമാണ്. അവരെ കൂടുതലായി സംസാരിപ്പിക്കരുത്. ഷാഹിദ് വിറക്കുന്ന കൈകളോടെ അകത്തേക്ക് നടന്നു. അവിടെ കട്ടിലിൽ ഒരു സ്ത്രീ കിടക്കുന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ കാലുകൾ തളർന്നു. അത് എൻ്റെ ഉമ്മ തന്നെയാണ്. വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു. കൈകളിൽ സൂചി, ഓക്സിജൻ മാസ്ക്. അവൻ പതുക്കെ അടുത്തിരുന്നു. മെല്ലെ ഉമ്മ എന്ന് വിളിച്ചു. അത് കേട്ടപ്പോൾ സൈനബയുടെ കണ്ണുകൾ പതുക്കെ തുറന്നു. ആദ്യം തന്നെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അവർ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ തൻ്റെ മകൻ ഷാഹിദാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ ഷാഹിദ് ഷാഹിദ് എന്ന് വിളിച്ച് വിറയുന്ന കൈകൾ ഉയർത്തി. അത് കേട്ട ഷാഹിദ് പെട്ടെന്ന് തന്നെ ഉമ്മയുടെ കൈ മുഖത്തോട് ചേർത്തു പിടിച്ചു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു. ഉമ്മ, എന്നോട് ക്ഷമിക്കണം, ഞാനിതെല്ലാം അറിയാൻ വൈകിപ്പോയി. അത് കേട്ടപ്പോൾ സൈനബ ഷാഹിദിൻ്റെ തലയിൽ തലോടി. കരയരുത് മോനെ, ഞാൻ എന്നെങ്കിലും ഒരിക്കൽ നിന്നെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ റസിയക്കും കണ്ടു നിൽക്കാനായില്ല. അവളും പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ സൈനബയ്ക്ക് സംസാരിക്കാനുള്ള ശക്തിയൊക്കെ കിട്ടി. റസിയയുടെ മുഖത്ത് നോക്കി ഉമ്മ വിളിച്ചു, റസിയ മോളെ, അടുത്തു വാ. നീ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? റസിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ എന്ന് വിളിച്ചു. എല്ലാം ഞാൻ കണ്ടു, പക്ഷേ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഷാഹിദ് മെല്ലെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഇതെല്ലാം ചെയ്തത് റഷീദാണോ? സൈനബ കണ്ണടച്ചു, കണ്ണീരൊഴുക്കി. എന്നിട്ട് മെല്ലെ പറഞ്ഞു, അതെ മോനെ. ആദ്യമൊക്കെ അവൻ നല്ലവനായിരുന്നു. പക്ഷേ നിന്റെ പണം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതോടെ അവനും മാറിപ്പോയി. നീ ഓരോ മാസവും പണം അയക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചു മാത്രമാണ് ഞങ്ങൾക്ക് തരാറ്. ബാക്കിയുള്ള പണമെല്ലാം അവനും അവൻ്റെ ഭാര്യ ഷംനയും കയ്യിലാക്കി. അത് കേട്ടപ്പോൾ ഷാഹിദ്, അല്ലാഹുവേ, ഞാൻ 5 വർഷം പണിയെടുത്ത എൻ്റെ പണം എല്ലാം തന്നെ പോയോ? അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, അതെ, എല്ലാം നമ്മുടെ കയ്യിൽ നിന്നും പോയി. നിന്റെ പൈസ കൊണ്ടാണ് റഷീദ് വീടും പറമ്പും കാറും എല്ലാം വാങ്ങിയത്. അത് കേട്ടപ്പോൾ ഷാഹിദിന് മനസ്സ് വല്ലാതെ തളർന്നു. ഞാൻ സ്വന്തം സഹോദരനെ വിശ്വസിച്ചു പോയി. ഇപ്പോൾ അവൻ എൻ്റെ ജീവിത സമ്പാദ്യം മോഷ്ടിച്ചിരിക്കുന്നു. സൈനബ വീണ്ടും പറഞ്ഞു. ഞാൻ എതിർത്തു. അപ്പോൾ റഷീദ് പറഞ്ഞു, ഷാഹിദ് ഇനി തിരിച്ചു വരില്ല. ഈ സ്വത്തെല്ലാം എൻ്റേതാണ്. എന്നിട്ട് അവൻ കുറച്ച് പേപ്പറുകൾ എടുത്ത് കാണിച്ചു. അതിൽ മോനെ നിന്റെ ഒപ്പുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഷാഹിദ്, എൻ്റെ ഒപ്പോ? ഞാനൊന്നും ഒപ്പിട്ടിട്ടില്ല. അവൻ ഞെട്ടിപ്പോയി. സൈനബ തല കുലുക്കി. അത് കള്ള ഒപ്പായിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കേട്ടപ്പോൾ റഷീദിൻ്റെ കണ്ണുകളിൽ കോപം കത്തിക്കാളി. ഇത് ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇതെല്ലാം അവൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. അവൻ്റെ പുറകിൽ ഒരാളുണ്ട്, നല്ല സ്വാധീനമുള്ള ഒരാൾ. അയാളുടെ സ്വാധീനമില്ലാതെ ഇത്രയും വലിയ തട്ടിപ്പ് നടക്കില്ല. ഷാഹിദ് ചോദിച്ചു, ആരാണ് അയാൾ? സൈനബ വീണ്ടും എന്തോ പറയാൻ ശബ്ദമുയർത്തി. പക്ഷേ ശബ്ദം വന്നില്ല. ഉടനെ തന്നെ ഡോക്ടർമാർ ഓടിയെത്തി. എല്ലാവരും പുറത്തേക്ക് പോകൂ. ഷാഹിദ് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ഏതോ ഒരു അറിയാത്ത നമ്പറിൽ നിന്നും തൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഫോൺ എടുത്തു. ഷാഹിദ് ഹലോ എന്ന് ചോദിച്ചു. മറുവശത്ത് തണുത്ത സ്വരത്തിൽ ഹലോ എന്ന് പറഞ്ഞു. നീ ഷാഹിദാണല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ഷാഹിദാണ്. ആ, നിന്റെ ഉമ്മയും ഭാര്യയും ജീവനോടുണ്ടെങ്കിൽ നീ ഇനിയൊന്നും അന്വേഷിക്കരുതേ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ചിരിച്ചു. ഷാഹിദ് ദേഷ്യത്തോടെ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ മറുപടി പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ നീ നാളെ രാവിലെ നിന്റെ പഴയ വീട്ടിലേക്ക് വാ. അപ്പോൾ കാണാം ഞാൻ ആരാണെന്ന്.
അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അതേസമയം ആശുപത്രിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഗേറ്റിനരികിൽ ഒരു കറുത്ത കാർ നിർത്തിയിരിക്കുന്നു. കാറിന്റെ അടുത്തുനിന്ന് ഒരാൾ പരിഹാസച്ചിരി ചിരിച്ച് ഷാഹിദിനെ നോക്കുന്നു. അപ്പോൾ ഷാഹിദിന് എന്തോ ഒരു സംശയം. ആരാണ് അയാൾ? ഇതാണോ റഷീദിന്റെ ആ ഒരു സൂത്രക്കാരൻ? ഷാഹിദ് പുറത്തേക്കിറങ്ങി. ആ സമയം അവൻ കാറിൽ കയറിപ്പോയി. അപ്പോൾ പെട്ടെന്ന് ഷാഹിദ് നിൽക്കടാ അവിടെയെന്ന് ഉറക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കേട്ടില്ല. കാർ കണ്ണിൽ നിന്നും മറഞ്ഞുപോയി. അപ്പോഴേക്കും ഫോണിലൊരു സന്ദേശം വന്ന ശബ്ദം കേട്ടു. ഫോൺ എടുത്തു നോക്കിയപ്പോൾ അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: നിന്റെ ജീവിതം തകർത്തത് ആരാണെന്ന് അറിയണമെങ്കിൽ നീ നിന്റെ പഴയ വീട്ടിലേക്ക് വാ, അപ്പോൾ കാണാം. നീ അങ്ങോട്ട് വരുന്നത് ഒറ്റയ്ക്കായിരിക്കണം. ഈ സന്ദേശം കണ്ടപ്പോൾ റസിയയ്ക്ക് പേടിയായി. ഷാഹിദിനോട് അവൾ പറഞ്ഞു: ഇക്ക, നിങ്ങൾ ഒറ്റയ്ക്ക് പോവണ്ട. അവർ അത്ര നല്ല ആളുകളൊന്നും, അവരെ നമ്മൾ പേടിക്കണം. അത് കേട്ടപ്പോൾ ഷാഹിദ് റസിയയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു: ഇനി നമ്മൾ അവരെ പേടിക്കണ്ട, അവരിനി നമ്മളെ പേടിക്കണം. ആ രാത്രി അവൻക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഐസിയുയിൽ കിടക്കുന്ന ഉമ്മ, ജീവിതം തകർന്ന റസിയ, 5 വർഷം സമ്പാദിച്ച ഓരോ രൂപ പോലും അവൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. പിറ്റേ ദിവസം പുലർച്ചെ ഷാഹിദ് നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു: സത്യം ജയിക്കാൻ നീ മാത്രം മതി. എന്നിട്ട് 10 മണിയായതോടുകൂടി തൻ്റെ ആ പഴയ വീട്ടിലേക്ക് ചെന്നു. പഴയ ആ കളിയും ചിരിയും നിറഞ്ഞ വീട്. ഇപ്പോൾ വീട് ആകെ മാറിയിട്ടുണ്ട്. ആഡംബരം നിറഞ്ഞ കാറുകളും വലിയ ഗേറ്റും അതിലെ നെയിം ബോർഡ് തന്നെ മാറ്റിയിരിക്കുന്നു. ഗേറ്റിന്മേൽ നെയിം ബോർഡ് വെച്ചിട്ടുള്ളത് റഷീദ് മൻസിൽ എന്നാണ്. അത് കണ്ടപ്പോൾ ഷാഹിദിൻ്റെ ഹൃദയം പിടഞ്ഞു. സ്വന്തം പേരിലുള്ള വീട് മറ്റൊരുത്തൻ്റെ പേരിലായിട്ടുണ്ട് ഇപ്പോൾ. ഗേറ്റ് തുറന്ന് ഷാഹിദ് അകത്തേക്ക് കടന്നു. മുറ്റത്ത് റഷീദും ഭാര്യ ഷംനയും ചായ കുടിച്ചിരിക്കുന്നു. ഷാഹിദിനെ കണ്ടപ്പോൾ 2 പേരുടെയും മുഖം വിളറി. റഷീദ് മെല്ലെ വിളിച്ചു: ഇക്ക. ഷാഹിദ് ആ വിളിക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. നേരെ റഷീദിൻ്റെ അടുത്ത് ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരൊറ്റ അടി കൊടുത്തു. ആ ഒരൊറ്റ അടിയിൽ തന്നെ റഷീദ് നിലത്ത് വീണു. എന്നിട്ട് പറഞ്ഞു: ഈ അടി തരാനല്ല ഞാനിവിടെ വന്നത്. എന്നിട്ട് ഷാഹിദ് റഷീദിനോട് പറഞ്ഞു: ഞാൻ ചോദിക്കുന്നതിനെല്ലാം സത്യം മാത്രം പറഞ്ഞാൽ നിനക്ക് നല്ലത്. ആ സമയത്ത് ഷംന ഇടയിൽ കയറി പറഞ്ഞു: എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ വീട് ഞങ്ങളുടേതാണ്. അത് കേട്ടപ്പോൾ ഷാഹിദ് ഷംനയോട് പറഞ്ഞു: എൻ്റെ വിയർപ്പൊഴുക്കിയ പണമാണ്. അതുകൊണ്ട് നിങ്ങൾ വീട് റെഡിയാക്കി. എന്നിട്ട് പറയാൻ നാണമില്ലേ നിനക്ക് നിൻ്റെ വീടാണെന്ന്? റഷീദ് മെല്ലെ നിലത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു: ഇക്ക, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോൾ ഷാഹിദ് പറഞ്ഞു: എന്ത് തെറ്റിദ്ധാരണ? എൻ്റെ പണമൊക്കെ എവിടെ? പണം അത് എന്ന് പറഞ്ഞ് അവൻക്ക് വാക്കുകൾ കിട്ടിയില്ല. അപ്പോഴേക്കും ആളുകളെല്ലാം ചുറ്റിലും കൂടിയിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരും അവിടെ എത്തി. അതിനിടയിൽ ഗ്രാമത്തിൻ്റെ പ്രസിഡന്റും അബ്ദുള്ള ഹാജിയും ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു: ഇനി സത്യം അറിയാതെ ആരും ഇവിടുന്ന് പോവില്ല. അത് കേട്ടപ്പോൾ റഷീദ് വിയർക്കാൻ തുടങ്ങി. ഷാഹിദ് തൻ്റെ ബാഗിൽ നിന്നും ഒരു ഫയലെടുത്തു. എന്നിട്ട് പറഞ്ഞു: ഇത് നോക്ക്. ബാങ്കിൽ നിന്ന് എടുത്ത എല്ലാ രേഖകളും, അതായത് ബാങ്കിലേക്ക് കൊടുത്ത പണത്തിൻ്റെ രേഖകൾ, തീയതി എല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. എല്ലാം തന്നെ കൂട്ടി നോക്കിയപ്പോൾ 58 ലക്ഷം രൂപ. അത് കേട്ടപ്പോൾ ഗ്രാമവാസികൾ ഞെട്ടി. ഷാഹിദ് റഷീദിനോട് ചോദിച്ചു: 5 വർഷം കൊണ്ട് ഞാൻ അയച്ച തുകയാണ് ഇതൊക്കെ. എവിടെ പോയി എൻ്റെ പണം? അത് കേട്ടപ്പോൾ റഷീദ് ഒന്നും മിണ്ടിയില്ല. ഇതെല്ലാം കേട്ടപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ബാങ്ക് ജീവനക്കാരൻ പുറത്തു വന്ന് പറഞ്ഞു: ഇതെല്ലാം റഷീദിൻ്റെ അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതുകൊണ്ടാണ് അവൻ കാറും വീടും എല്ലാം വാങ്ങിയത്. ബാങ്കിലേക്ക് വന്നതും റഷീദ് പൈസ എടുത്തതും എല്ലാ രേഖകളും അയാൾ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഗ്രാമവാസികൾ നിശബ്ദയായി. ഇതെല്ലാം കേട്ടപ്പോൾ റഷീദിന് തല ഉയർത്താനായില്ല. ഷാഹിദ് ചോദിച്ചു: ഞാൻ അയച്ച പണത്തിൽ നിന്നും എൻ്റെ ഉമ്മായ്ക്ക് മരുന്ന് വാങ്ങിയോ? ഇല്ലല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തോ? ഇല്ലല്ലോ. പിന്നെ എന്ത് ചെയ്തു നീ ഈ പണമൊക്കെ? പറ. അത് കേട്ടപ്പോൾ റഷീദ് ഷാഹിദിനോട്: ഇക്ക, എന്നോട് ക്ഷമിക്കണം. അത് കേട്ടപ്പോൾ ഷാഹിദ് പറഞ്ഞു: നിന്നോട് ഞാൻ ക്ഷമിക്കാനോ? എന്നിട്ട് പറഞ്ഞു: റസിയ ഭിക്ഷയാചിച്ച് നടന്നപ്പോൾ നിനക്ക് സ്നേഹവും കരുണയും തോന്നിയില്ല. ഉമ്മ പട്ടിണി കിടന്നപ്പോൾ നിനക്ക് മനസ്സലിഞ്ഞില്ല. ആ നിന്നോട് ഞാൻ എങ്ങനെ ക്ഷമിക്കാനാണ്? അപ്പോഴേക്കും വീടിൻ്റെ മുറ്റത്ത് കറുത്ത കാർ വന്ന് നിർത്തി. നേരത്തെ കണ്ട അതേ ആ കാർ. അതിൽ നിന്നും വെള്ളമുണ്ടും ഷർട്ടുമിട്ട ഒരു മധ്യവയസ്സൻ പുറത്തിറങ്ങി. അത് ബഷീർ ഹാജി ആയിരുന്നു. ബഷീർ ഹാജിയെ കണ്ടപ്പോൾ ജനങ്ങൾ പിറുപിറുത്തു. ബഷീർ ഹാജി ആ നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്. ബഷീർ ഹാജി ഉള്ളിലേക്ക് നടന്നു. എന്നിട്ട് പറഞ്ഞു ഷാഹിദിനോട്: ഷാഹിദേ, നീ ഇത്ര ദൂരം വന്നതല്ലേ, ഇനി എല്ലാ സത്യം അറിഞ്ഞോളൂ. ഇവൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യില്ല. ഇതൊക്കെ ചെയ്യിച്ചത് ഞാനാണ്.
എന്തിനാണ് ഇതൊക്കെ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബഷീർ ഹാജിയുടെ മുഖത്തെ ചിരിമാഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ബാപ്പ മരിക്കുന്നതിനു മുമ്പ് എൻ്റെ ഒരു തട്ടിപ്പ് തെളിവുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് എനിക്ക് വേണം. അത് ഈ വീടിൻ്റെ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ കിട്ടാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ഗൾഫിലേക്ക് വിട്ടത്, റഷീദിനെ പണം കൊടുത്ത് വശീകരിച്ചത്. പക്ഷേ അതൊന്നും എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇത് കേട്ട റഷീദ് പോലും ഞെട്ടി. ഹാജിയാരെ, ഇതൊന്നും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ബഷീർ ഹാജി ചിരിച്ചു പറഞ്ഞു, നീ എൻ്റെ ഒരു കളിപ്പാവ മാത്രമാണ്. അപ്പോഴേക്കും ഷാഹിദിൻ്റെ ഫോണിലേക്ക് ആശുപത്രിയിൽ നിന്നും ഡോക്ടറുടെ കോൾ വന്നു. ഷാഹിദ്, പെട്ടെന്ന് വരണം, ഉമ്മയ്ക്ക് ബോധം വന്നിട്ടുണ്ട്, നിങ്ങളോട് എന്തൊക്കെ പറയണമെന്നുമുണ്ട്. അത് കേട്ടപ്പോൾ ഷാഹിദ് റസിയയുടെ കൈപിടിച്ച് പറഞ്ഞു, വാ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. അതേസമയം ആശുപത്രിയിൽ നിന്ന് വീണ്ടും കോൾ വന്നു. പെട്ടെന്ന് വരണം, ഉമ്മയുടെ നില ഗുരുതരമാണ്, നിങ്ങളോട് എന്തൊക്കെ പറയാനുണ്ട്. ആ ജീവിത രഹസ്യം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അവൻ വേഗം കാറിൽ കയറി ആശുപത്രിയിലേക്ക് പോയി. പോകുന്നതിനിടയിൽ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാഹുവേ, എൻ്റെ ഉമ്മാക്ക് ഒന്നും കൂടെ എന്നോട് സംസാരിക്കാനുള്ള ഒരു സമയം കൊടുക്കണേ. ആശുപത്രിയിലെത്തിയ ഉടൻ തന്നെ ഡോക്ടർ ഷാഹിദിനെ ICUവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, കൂടുതൽ സമയം സംസാരിക്കണ്ട. ഉമ്മയുടെ അടുത്ത് ചെന്ന് ഷാഹിദ് ഉമ്മ എന്ന് വിളിച്ചു. ഉമ്മ മെല്ലെ കണ്ണു തുറന്നു. ആ മോനെ, നീ വന്നോ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ ബാപ്പ മരിച്ചത് ഒരു സാധാരണ അപകടമായിരുന്നില്ല. അത് കേട്ടപ്പോൾ ഷാഹിദ് ഞെട്ടി. എന്താണ് ഉമ്മ പറയുന്നത്? അതെ, നിന്റെ ഉപ്പാൻ്റെ കമ്പനിയിലെ അക്കൗണ്ടൻ്റ് ആയിരുന്നല്ലോ, അവിടെ കോടിക്കണക്കിന് തട്ടിപ്പ് നടത്തുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ റസിയയുടെയും ഷാഹിദിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് പറയൂ ഉമ്മ, മെല്ലെ ചെറിയ ശബ്ദത്തോടു കൂടി സൈനബ പറഞ്ഞു. എല്ലാ തെളിവുകളും നിന്റെ ബാപ്പ ശേഖരിച്ചു, പോലീസിന് നൽകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബഷീർ ഹാജി ഒരു സാധാരണ അപകടത്തിലല്ല, കരുതിക്കൂട്ടിയാണ് ബാപ്പയെ കൊന്നത്. അത് കേട്ടപ്പോൾ ഷാഹിദിൻ്റെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി. അപ്പോൾ സൈനബ പറഞ്ഞു, പക്ഷേ ആ തെളിവുകൾ ആർക്കും കിട്ടിയിട്ടില്ല. ബാപ്പ നമ്മുടെ പഴയ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അതെവിടെയാണ് ഉമ്മ? ഷാഹിദ് ചോദിച്ചു. നിന്റെ ഖുർആനൊക്കെ വെച്ചിരുന്ന ആ ഒരു പഴയ സ്റ്റാൻഡില്ലേ, അതിൻ്റെ താഴെ ഒരു അറയിൽ ഒരു ചുവന്ന ഫയലുണ്ട്. അതാണ് ആ തെളിവുകൾ. ആ തെളിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബഷീർ ഹാജി നമ്മുടെ കുടുംബത്തെ വേട്ടയാടുന്നത്. ഇത്രയും കാലം ബാപ്പയുടെ മരണം സാധാരണമായൊരു അപകടമായിരുന്നു എന്ന് വിശ്വസിച്ച ഷാഹിദിന് അവൻ്റെ ഹൃദയത്തെ കീറിമുറിച്ച പോലെയായി. അതേസമയം നഴ്സുമാരുടെ വേഷത്തിൽ 2 പേർ ICUവിലേക്ക് കയറാൻ ശ്രമിച്ചു. ആർക്കും സംശയമൊന്നും തോന്നില്ല. പക്ഷേ അബ്ദുള്ള ഹാജിക്ക് എന്തോ ഒരു സംശയം തോന്നി. അബ്ദുള്ള ഹാജി അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് വാർഡിൽ നിന്നാണ് വരുന്നത്? അത് കേട്ടപ്പോൾ അതിലെ ഒരാൾ അബ്ദുള്ള ഹാജിയെ തള്ളി മാറ്റി. ശബ്ദം കേട്ടപ്പോൾ ഷാഹിദ് തിരിഞ്ഞു നോക്കി. അവരുടെ കയ്യിൽ ഒരു സിറിഞ്ച് ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടപ്പോൾ ഡോക്ടർമാർ ഓടിയെത്തി. അതുപോലെ പുറത്തുനിന്ന് സെക്യൂരിറ്റി ഓടി വന്ന് പോലീസിനെ വിളിച്ചു. ഇവരെ പിടിച്ച് പോലീസിൻ്റെ മുന്നിലേക്ക് ഏൽപ്പിച്ചു. സത്യം പറയാൻ വേണ്ടി അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് പറയാനൊരു മടി. എന്നിട്ട് പറഞ്ഞു, ബഷീർ ഹാജി, ബഷീർ ഹാജി. വേറെ ഒന്നും പറഞ്ഞില്ല. അത് കേട്ടപ്പോഴേക്കും പോലീസ് വേഗം ബഷീർ ഹാജിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വീട് ശൂന്യമായിരുന്നു. ബഷീർ ഹാജി ഒളിവിൽ പോയിരുന്നു. ICUവിലേക്ക് തിരിച്ചു കയറി ഷാഹിദ് ഉമ്മയുടെ അടുത്തെത്തി. ഉമ്മയുടെ ശബ്ദം ക്ഷീണിച്ചിരുന്നു. ഉമ്മ പറഞ്ഞു, മോനെ ഷാഹിദേ, റഷീദിനെ നീ വെറുക്കരുതേ. പൈസയുടെ അഹങ്കാരവും അഹംഭാവവും അവൻക്കുണ്ട്. അവന് നീ നിയമത്തിന് കൈമാറണം, എന്നാലും നീ വെറുക്കരുതേ. റസിയയോട് പറഞ്ഞു, ഇനി ഷാഹിദിൻ്റെ ശക്തി നീയാണ്. റസിയ ഉമ്മയുടെ കൈകൾ പിടിച്ച് ചുംബിച്ചു. ഡോക്ടർ ICUവിലേക്ക് കയറി എല്ലാവരെയും പുറത്തേക്കാക്കി. എന്നിട്ട് ഡോക്ടർ പരിശോധിച്ച ശേഷം പുറത്ത് വന്ന് ഷാഹിദിനോട് പറഞ്ഞു, ഉമ്മയുടെ നില ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ ആശുപത്രി വിടാനായിട്ടില്ല. അത് കേട്ടപ്പോൾ ഷാഹിദ് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. ആ സമയം പുറത്തുനിന്ന് ഒരാൾ ഓടിവന്ന് ഷാഹിദെ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ബഷീർ ഹാജി രാജ്യം വിടാൻ നോക്കുകയാണ്, തെളിവുകൾ നശിപ്പിക്കാൻ ആളുകളെ വിടുന്നുണ്ട്. ബഷീർ മനസ്സിൽ ആ ചുവന്ന ഫയൽ നഷ്ടപ്പെട്ടാൽ ഒരു കാര്യവും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ റസിയയും കൂട്ടി ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. പഴയ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും വീട് ആളിക്കത്തിയിരുന്നു. ഗ്രാമവാസികൾ തീ അണക്കാൻ ശ്രമിച്ചു. പക്ഷേ തീ ആളിക്കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ വീടിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ റസിയ പറഞ്ഞു, ഇക്ക, അകത്തേക്ക് പോണ്ട, എനിക്ക് പേടിയാണ്, എനിക്ക് പിന്നെ ആരും ഉണ്ടാവില്ല.
റസിയയുടെ കൈ മെല്ലെ മെല്ലെ മാറ്റി അവൻ അകത്തേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ബാപ്പയുടെ മരണമെല്ലാം തെളിയിക്കണമെങ്കിൽ ആ ഒരു ഫയൽ എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ. അതുകൊണ്ട് മാത്രമേ ഞാൻ പുറത്തേക്ക് വരുമുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ പുക നിറഞ്ഞ് ഒന്നും കാണാനോ ശ്വസിക്കാനോ കഴിയുന്നില്ല. എന്നാലും അവൻ മുസാഹിഫ് വെച്ച സ്റ്റാൻഡിൻ്റെ താഴെ ഭാഗം നോക്കി. ഒരു ചെറിയ ഇരുമ്പ് പെട്ടി, അതിലുണ്ട് ഒരു ചുവന്ന ഫയൽ. അപ്പോഴേക്കും മേൽക്കൂര കത്തി താഴേക്ക് വീഴാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ റസിയ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇക്ക പുറത്തേക്ക് വരൂ. പെട്ടെന്നാണ് മേൽക്കൂരയുടെ ഒരു തടിക്കഷ്ണം ഷാഹിദിൻ്റെ തലയിൽ വീണത്. ഷാഹിദ് അതോടെ നിലത്ത് വീണു. അത് കണ്ടപ്പോൾ റഷീദ് നിശ്ചലമായി നിന്നു. 5 വർഷം ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം അവൻ ഓർത്തുപോയി. അവനൊന്നും ആലോചിച്ചില്ല. ഇക്ക എന്ന് വിളിച്ച് അകത്തേക്ക് ഓടി. ഗ്രാമവാസികൾ അവനെ തടഞ്ഞു. എങ്കിലും അവൻ അകത്ത് പോയി ഷാഹിദിനെ തോളിലേറ്റ് പുറത്തേക്ക് വന്നു. അവർ രണ്ടുപേരും പുറത്തേക്ക് വന്നതോടെ വീടിൻ്റെ മേൽക്കൂര മുഴുവനായും വീണു. ഷാഹിദിനോട് റഷീദ് പറഞ്ഞു, ഇക്ക എന്നോട് ക്ഷമിക്കൂ. പണത്തിൻ്റെ മുന്നിൽ ഞാൻ അന്ധനായി. റസിയെയും ഉമ്മയെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. അത് കേട്ടപ്പോൾ ഷാഹിദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നാണ് പോലീസ് എത്തിയത്. ആ ചുവന്ന ഫയൽ പോലീസിന് കൈമാറി. ബഷീർ ഹാജി നടത്തിയ കോടികളുടെ തട്ടിപ്പിൻ്റെ എല്ലാ തെളിവുകളും. ഇത് കണ്ടപ്പോൾ പോലീസ് പറഞ്ഞു, ഇത്രയും തെളിവുകൾ ഉള്ള ഒരാൾ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ആ സമയം വിമാനത്താവളത്തിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. ബഷീർ ഹാജിയെ വിമാനത്താവളത്തിൽ നിന്നും പിടിച്ചു എന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു പറഞ്ഞു. അബ്ദുറഹ്മാനെ ഞാനാണ് കൊന്നതെന്നും പറഞ്ഞു. പിന്നീട് അവനെ അറസ്റ്റ് ചെയ്തു. അതുപോലെ റഷീദിന് നിയമപരമായ ശിക്ഷയും ലഭിച്ചു. പക്ഷേ റഷീദിനെ കോടതി വെറുതെ വിട്ടു. തീയിൽ കയറി സഹോദരനെ രക്ഷിച്ചതും തെറ്റെല്ലാം പറഞ്ഞ് ക്ഷമ ചോദിച്ചതും എല്ലാം തന്നെ കണക്കിലെടുത്ത് അവനെ വെറുതെ വിട്ടു. അവൻ നേരെ സൈനബ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു, ഉമ്മ എന്നോട് ക്ഷമിക്കണം. സൈനബ മെല്ലെ റഷീദിനോട് പറഞ്ഞു, മോനെ നീ തെറ്റ് ചെയ്തതല്ലേ? പിന്നെ അവൻ്റെ പണമെല്ലാം നീ എടുത്തതല്ലേ? ഇനി അവൻക്ക് നീയൊരു വീട് വെച്ച് കൊടുക്ക്. അവൻക്കെല്ലാ സൗകര്യങ്ങളും ആക്കി കൊടുക്ക്. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. 6 മാസങ്ങൾക്ക് ശേഷം പഴയ വീടിൻ്റെ അവിടെ ഒരു പുതിയ വീട് ഉയർന്നു. അതിന് സൈനബ മൻസിൽ എന്ന് പേരിട്ടു. ഓരോ വെള്ളിയാഴ്ചയും 100 കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. റസിയ മനസ്സിലൊന്ന് പുഞ്ചിരിച്ചു. ഒരു സമയത്ത് ഞാൻ ഭിക്ഷയാചിച്ച് നടന്നതാണ്. ഇന്ന് എൻ്റെ കൈകൊണ്ട് 100 കണക്കിന് ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ സാധിച്ചു. ഷാഹിദ് റസിയയോട് പറഞ്ഞു, ആർക്കും നമ്മുടെ ജീവിതം തകർക്കാൻ കഴിയില്ല. പിന്നീട് സത്യവും സ്നേഹവും നിറഞ്ഞ ഒരു പുതിയ ജീവിതമായി അവരുടേത്. ഇതിൻ്റെ ഗുണപാഠം: പണത്തിന് കുടുംബത്തെ വാങ്ങാൻ കഴിയുമെന്ന് ചിലർ കരുതും. എന്നാൽ സ്നേഹവും സത്യവും ഒരിക്കലും തോൽക്കില്ല. വൈകിയാലും അത് തിരിച്ചെത്തും. ഷാഹിദിൻ്റെ കുടുംബകഥ ഇവിടെ അവസാനിച്ചു. കഥ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.